ഗൈസ് ഇപ്പോൾ അവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ മേക്ക് ഓവർ, വലിയതായിട്ടൊന്നുമല്ല, ചെറിയൊരു ടച്ചപ്പ്. അപ്പം അതാണ് നമ്മുടെ ചെറിയൊരു വ്ളോഗ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതുവരെയായിട്ടും ഒരു മേക്കപ്പും ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. മേക്കപ്പ് ഞാൻ ചെയ്തിട്ടില്ല. കാരണവരായിട്ട് ഭംഗിയും ഒക്കെ ഉണ്ട്, സംഭവം അതല്ല. അപ്പം ഞാൻ ഫിൽറ്ററിലാണ് ഇത്രയും നാളും കളിച്ചോണ്ടിരുന്നത്. അപ്പം നമുക്ക് ചെറിയൊരു മേക്കപ്പ് ചെയ്തിട്ട് ചെറിയൊരു ഷൂട്ട് ചെയ്യാം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ പോകുന്നത് അങ്ങോട്ടേക്കാണ്. ബാക്കി ഡീറ്റെയിൽസ് പോണ വഴി പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്, മൈൻഡിലാണെങ്കിൽ നല്ല ടെൻഷനും ഉണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മാനസികാവസ്ഥയുണ്ട് ഇപ്പോൾ പോകുന്ന വഴിയാണെങ്കിൽ നല്ല കട്ടർ, കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണ്, വളരെ മോശം. വരാപ്പുഴപ്പാലം കയറി കടമുക്കുടിക്ക് പോകുന്ന ലെഫ്റ്റിലോട്ടുള്ള റോഡ് വഴി കയറുമ്പോഴാണ് ചേച്ചിയുടെ ഒരു സലൂൺ വരുന്നത്. അപ്പോൾ നമ്മൾ എൻക്വയറിക്കുള്ള കോൺടാക്ട് നമ്പറൊക്കെ ഇടുന്നുണ്ട്. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു മേക്ക് ഓവർ, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിനു മുമ്പ് 2-3 കൂടുതൽ 4-5 ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മേക്കപ്പ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഷൂട്ടാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പറയണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആവണീസ് ബ്യൂട്ടി സലൂൺസിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് എന്നെ മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കാൻ പോകുന്ന ചേച്ചി. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇത് വരുന്നത് എൻ്റെ വരാപ്പുഴയിലാണ്. ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഞാൻ എക്സൈറ്റഡ് ആണ്. ചേച്ചി ക്യാമറയുടെ മുന്നിൽ ചെറിയൊരു ചമ്മലുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതുവരെ അങ്ങനെ മേക്കപ്പ് ചെയ്തിട്ടുള്ളൊരു ഷൂട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ചേച്ചി അത് അറിഞ്ഞ് കണ്ട് തന്നെ നല്ല രീതിയിൽ അത് മേക്കപ്പ് ചെയ്ത് മേക്ക് ഓവർ ചെയ്ത് തന്നു. അത് ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു, സീരിയസ്ലി. കാരണം ഒരുപാട് മേക്കപ്പ് ഉണ്ടാവുമോ, പൊട്ടിയിട്ട പോലെ ഇരിക്കുമോ എന്നൊക്കെ എനിക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴേക്കും ക്യാമറയിലാണെങ്കിലും നേരിട്ട് കണ്ടിട്ട് പോലും അത്രയ്ക്ക് വലിയ പൊട്ടിയിട്ട പോലെ ഒരു ഇതും ഉണ്ടായിരുന്നില്ല. നോർമൽ മേക്കപ്പ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്, പക്ഷേ എങ്കിൽ പോലും ഭയങ്കര ഫ്രണ്ട്ലി മൈൻഡായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടായിരുന്നു, നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ദെൻ അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ലെൻസ് വെക്കായിരുന്നു. എനിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം എനിക്കിതെങ്ങനെയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് ഇത് വെക്കുമ്പോൾ കണ്ണിൽ നിന്ന് നല്ലോണം വെള്ളം വരും എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ എല്ലാം ഒരു പുതിയ അനുഭവങ്ങളാണ്. പക്ഷേ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക്. ചേച്ചി വെച്ച് തന്നു. പക്ഷേ നമുക്ക് ഈ മണലിടുന്ന പോലെ കണ്ണിൽ മണലിട്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു കുറച്ച് നേരം. ദെൻ ഓക്കെ ആയി. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാട്ടോ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ വിജയകരമായിട്ട് ലെൻസ് വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ഫേസിൽ മേക്കപ്പ് ചെയ്യാനായിട്ടാണ്. അങ്ങനെ അതും ചെറിയ രീതിയിൽ ചേച്ചി ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ അല്ല, അത് കഴിഞ്ഞിട്ട് കണ്ണിലാണ് മേക്കപ്പ് ഉണ്ടായിരുന്നത്. ജസ്റ്റ് മുകളിലും താഴെ ലൈറ്റായിട്ടാണ് ചേച്ചി എഴുതിയത്. ഞാൻ എൻ്റെ ആദ്യത്തെ അനുഭവമാണ്, താഴെ അങ്ങനെ എഴുതിയിട്ടില്ല കണ്ണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയതാണ് ഹെയറിലേക്ക്. ഒരു എക്സ്റ്റൻഷനൊക്കെ യൂസ് ചെയ്ത് ചേച്ചി ഒരു വെറൈറ്റി പിടിച്ചാണ്, എന്താ പറയുക, ഞാൻ നോർമലി സൈഡ് പോർഷനാണ് മുടി എടുക്കാറ് കെട്ടുമ്പോൾ. ഇത് സ്ട്രെയിറ്റ് എടുത്തു. ചേച്ചിക്ക് വെറൈറ്റി വേണം പോലും, വെറൈറ്റി. അങ്ങനെ നമ്മളതും കെട്ടിക്കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ഐലാഷൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ചേച്ചി ഐലാഷിനൊക്കെ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ മുല്ലപ്പൂ വെക്കുന്ന കിടമ്പയാണ്. അത് കഴിഞ്ഞപ്പോൾ ഇതാണ് ഗെയ്സ് കോലും. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത്യാവശ്യം എന്താ പറയുക, പുട്ടിയിട്ട പോലെ ഒന്നും ഇരിക്കുന്നില്ല. ഓവർ
പൗഡർ ഇട്ടും നശിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായി ചേച്ചിയായിട്ടുള്ള ആ ഒരു അത്രയും നേരം പോയതും അറിഞ്ഞില്ല. ചേച്ചി ഭയങ്കര കമ്പനിയാണ്. ഓവറോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ആ മുടികെട്ടും എല്ലാം ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ആ മുല്ലപ്പൊക്കെ സെറ്റ് ചെയ്തേക്കണം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ചേച്ചിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് താങ്ക് യു ഞാൻ പറഞ്ഞു. എനിക്ക് ചേച്ചിനെ ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. അപ്പൊ ഗൈസ് ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവറായിട്ട് വേണ്ടെന്ന്. അപ്പൊ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയാ, മേക്കപ്പ് വളരെ ലൈറ്റ് ആയിട്ടാണ് ചെയ്തത്. അപ്പൊ ചേച്ചിയോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ ബാക്കി പിന്നെ ഇനി നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് ഷൂട്ടിലോട്ട് പോവാം. ഓക്കെ. AM in ഇയറിനുള്ള വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ ഒട്ടനവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിച്ച നമ്മളുടെ സ്വന്തം സജി ശാലുപ്പറമ്പിലാണ് നമ്മളുടെ കൂടെ ഇന്ന് ഫോട്ടോഷൂട്ടിനുണ്ടായിരുന്നത്. അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മളുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ പാക്കപ്പ് ചെയ്യാണ് കേട്ടോ. പാക്കപ്പ്. അപ്പം നമ്മളുടെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഏറെക്കുറെ. ഇപ്പം ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. രാവിലെ ഒരു 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. മേക്കപ്പും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞത് ഇപ്പോഴാണ്. എൻ്റെ മേക്കപ്പ് ഇനി വീട്ടിൽ വന്നിട്ട് വേണം റിമൂവ് ചെയ്ത് കളയാൻ. ലെൻസൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. അടുത്തോട്ട് കണ്ടോ. അപ്പം ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്തതിൻ്റെ ചെറിയൊരു വ്ലോഗ് പോലെ ഇട്ടുന്നേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പം അത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.